നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തില് പ്രതി അഷ്കറിനെതിരെ കൂടുതൽ ഗുരുതര പരാതികളാണ് ഉയരുന്നത്. ആദ്യ ഭാര്യ ആമിനയുടെ സഹോദരന്റെ മുങ്ങിമരണത്തിലും അഷ്കറുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന മറ്റൊരു യുവതിയുടെ മരണത്തിലും അഷ്കറിന് പങ്കുണ്ടെന്നാണ് സംശയം. അഷ്കറിനെതിരായ പരാതികളില് പോലീസിന് വീഴ്ച പറ്റിയെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ വിമർശിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ ഉറപ്പു നൽകിയതായി അഷ്കറിന്റെ മുൻ ഭാര്യ ആമിനയുടെ പിതാവും പറഞ്ഞു. ആമിനയുടെ അനിയന് മുങ്ങി മരിച്ചതാണെന്നും ആ മരണത്തില് ഇപ്പോൾ ദുരൂഹത സംശയിക്കുന്നതായും പിതാവ് പറഞ്ഞു. മകനെ സ്കൂളിൽ ചെന്ന് അഷ്കര് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു. സ്വത്ത് എഴുതി വാങ്ങാനാണ് അഷ്കര് ആമിനയെ മർദ്ദിച്ചതെന്ന് പിതാവ് പറഞ്ഞു. ഭർത്താവും ഉമ്മയും സഹോദരിയും ക്രൂരമായി മർദ്ദിച്ചെന്നും 6 മാസം മുമ്പ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനില് പരാതി നൽകിയിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. എന്നാൽ സിഐ നടപടിയൊന്നും എടുത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ സഹായം വേണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. അതേസമയം കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരന് അർഷിദിന്റെ പിതാവും അഖിലയുടെ ആദ്യ ഭർത്താവുമായ അഖിലിന്റെ മരണത്തിലും അഖിലയ്ക്കൊപ്പം ഡാൻസ് സ്കൂളില് ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ മരണവും അന്വേഷിക്കാന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. അഖിലയുടെയും അഖിലിന്റെയും പ്രണയവിവാഹമായിരുന്നു. അഖില ഗർഭം ധരിച്ചിരിക്കെയായിരുന്നു അഖിലിന്റെ മരണം. അഖില ജീവനൊടുക്കിയതാണെന്നാണ് പിതാവ് സുനിൽകുമാർ ആരോപിക്കുന്നത്. അഷ്കറിന് മുൻപ് അഖിലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും ഇക്കാര്യം അഖില അറിഞ്ഞെന്നും പിന്നീട് വിഷയം പോലീസ് സ്റ്റേഷന് വരെ എത്തിയിരുന്നതായും സുനിൽകുമാർ പറഞ്ഞിരുന്നു. പോലീസ് സ്റ്റേഷനില് വെച്ച് അഖിലുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതായി അഖില പറഞ്ഞു. ഇതിനു പിന്നാലെ വീട്ടില് എത്തിയ അഖില ജീവനൊടുക്കുകയായിരുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞിരുന്നു. അഖിലിന്റെ മരണത്തിനു പിന്നിലെ കാരണങ്ങള് വിശദമായി തന്നെ അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അഖിലയ്ക്കൊപ്പം ഡാൻസ് സ്കൂളില് ജോലി ചെയ്തിരുന്ന യുവതി ചിറയിൻകീഴ് സ്വദേശിനിയാണ്. ഇതേ സ്കൂളിലെ ഡ്രൈവറായിരുന്ന അഷ്കറുമായി യുവതിയുടെ വിവാഹം തീരുമാനിച്ചിരുന്നു. എന്നാൽ അഷ്കര് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും അഖിലയ്ക്കൊപ്പം താമസിക്കാനും തുടങ്ങി. ഇതിനു പിന്നാലെയായിരുന്നു യുവതിയുടെ മരണം. മരണത്തിന് പിന്നില് അഖിലയ്ക്കും അഷ്കറിനും പങ്കുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കും. ഇതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ കൊലപാതകത്തില് അഷ്കറിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും പങ്കിലും അന്വേഷണം നടക്കും. ഇരുവരും കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവരിലേക്കും അന്വേഷണം നീളും. കുഞ്ഞിനെ അഷ്കര് മർദ്ദിക്കുന്നത് അഖില നോക്കി നിന്നിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. വടികൊണ്ടടിക്കുന്നതും മർദ്ദിക്കുന്നതും അഖില കണ്ടിരുന്നു. കുഞ്ഞ് ക്രൂരമർദ്ദനവും പീഡനവും നേരിട്ടിട്ടും അഖില പ്രതികരിച്ചിരുന്നില്ല. കുഞ്ഞിനെ കൊലപ്പെടുത്താന് തന്നെയായിരുന്നു അഷ്കറിന്റെ ലക്ഷ്യമെന്ന് ബന്ധുക്കള് പറഞ്ഞിരുന്നു. അഖില ഇതിന് കൂട്ടുനിന്നിരുന്നോ എന്നതടക്കം പോലീസ് അന്വേഷിക്കും. കുഞ്ഞ് മരിക്കുന്ന ദിവസം അഖില എവിടെയായിരുന്നു എന്നതടക്കം പോലീസിന്റെ അന്വേഷണ പരിധിയില് ഉണ്ട്. സംഭവ ദിവസം തമിഴ്നാട്ടില് ഡാൻസ് പരിപാടിക്ക് പോയിരുന്നു എന്നായിരുന്നു അഖിലയുടെ മൊഴി. ഇക്കാര്യങ്ങളടക്കം പോലീസ് വിശദമായി അന്വേഷിക്കും. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ചോറ് കഴിക്കുന്നതിനിടയില് ഛർദ്ദിച്ചുവെന്ന് പറഞ്ഞാണ് അഷ്കര് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നാലെ കുഞ്ഞ് മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തില് നെഞ്ചിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായിരുന്നു. ഇതിനു പുറമെ കുഞ്ഞിന്റെ ശരീരത്തില് പൊള്ളിയതും അടിച്ചതും അടക്കം 100ഓളം വലുതും ചെറുതുമായ പരിക്കുകള് ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടത്തില് കണ്ടെത്തിയിരുന്നു. ഇതില് പകുതിയും പഴയ മുറിവുകളായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലില് അഷ്കര് കുറ്റം സമ്മതിച്ചിരുന്നു. സംഭവ ദിവസം ചോറ് നൽകുന്നതിനിടെ കുഞ്ഞ് കരഞ്ഞെന്നും കരച്ചില് നിർത്താത്തതിനെ തുടർന്ന് തലയില് ശക്തമായി അടിച്ചെന്നുമാണ് ഇയാള് പോലീസിനോട് പറഞ്ഞത്. അടിയേറ്റ കുഞ്ഞിന്റെ ബോധം നഷ്ടമായെന്നും ഇയാള് പോലീസിനോട് പറഞ്ഞിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലില് കുഞ്ഞിനെ അഷ്കര് മർദ്ദിച്ചിരുന്നതായി അഖിലയും സമ്മതിച്ചിരുന്നു.